ഹലോ ഗൈസ്, വെൽക്കം ടു ഗയ അൺഫിൽറ്റേഡ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും. ഒട്ടും പ്ലാൻഡ് അല്ല, പക്ഷേ ഇന്നൊരു പണിയുമില്ല, സാധാരണ പണിയൊന്നുമില്ല. പക്ഷേ എന്നാലും ഒരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഒന്നുമില്ല, ഞാനിങ്ങനെ കുളിച്ച് മാറ്റി അങ്ങനെ നിൽക്കുവാണ്. മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ മുടിയൊക്കെ നനഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഒളോപ്പാറ പോയാലോ വിചാരിച്ചു. ഒളോപ്പാറ നമ്മളെ കുറച്ച് അടുത്തായിട്ടുള്ള സ്ഥലമാണ്, നല്ലതാണ്. നല്ല പുഴ, ബോട്ട് സർവീസ് കാര്യങ്ങളിൽ നല്ല രസമാണ്. അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല, പോയിട്ട് റെഡി ആവാം, എന്നിട്ട് ഒളോപ്പാറ പോവാം, കുറച്ച് അവിടെ ഇരിക്കാം, റിലാക്സ് ചെയ്യാം. എൻ്റെ കൂടെ വരുന്നത് അമ്മുവാണ്, ബിഹൈൻഡ് ദ ക്യാമറ അമ്മുവാണ് അല്ലേ, എൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ നമുക്ക് പോയാലോ? അപ്പം നമുക്ക് റെഡി ആയാലോ? അങ്ങനെ ഓവർ മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. യൂഷ്വലി ഞാൻ ചെയ്യാറുണ്ട്, യെസ്, ഞാനത് അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷേ ഇന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്കല്ലേ, ജസ്റ്റ് ചെറിയ മേക്കപ്പ് ഒക്കെ ചെയ്യാം. റെഡി ആയിട്ട് കണ്ടാലോ? അതെ, എനിക്കിങ്ങനെ ഈ അണിഞ്ഞൊരുങ്ങി പോകാൻ ഒരുപാട് ഇഷ്ടമാണ്. ഈ ഔട്ട്ഫിറ്റും ഒക്കേഷനും അനുസരിച്ചാണ് നമ്മൾ മേക്കപ്പൊക്കെ പൊതുവെ ചെയ്യാറ്. ഞാൻ അതൊന്നും നോക്കാറില്ല. എവിടെ പോവുകയാണെങ്കിലും ഞാൻ എന്നെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ഇപ്പോൾ ട്രൈ ചെയ്യാറുണ്ട്. ആദ്യം അത്ര ശ്രദ്ധിക്കാറില്ല, പക്ഷേ നല്ല രസമല്ലേ നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നല്ല അതിനനുസരിച്ച് ഡ്രസ്സും ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയാക്കുമ്പോൾ. അങ്ങനെ ഇന്ന് എൻ്റെ ഔട്ട്ഫിറ്റ് ഒരു നോർമൽ ഡ്രസ്സാണ്. അച്ഛൻ എപ്പോഴോ വാങ്ങിത്തന്ന ഒരു ഡ്രസ്സാണ്, പക്ഷേ എനിക്ക് ഭയങ്കര കംഫർട്ടാണ് ആ ഡ്രസ്സ്. അതിനനുസരിച്ചൊരു ജുംക്കയും കണ്ണെഴുതി അങ്ങനെ ആ ഒരു ടൈപ്പാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. ഞാൻ പിന്നെ അത്രയധികം മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. ആകെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വെച്ച് യൂസ് ചെയ്യാറാണ് പതിവ്. അത് പണ്ട് തൊട്ടേ അങ്ങനെയാണ്. ഞാൻ അത്ര എക്സ്പെൻസീവായിട്ടുള്ളതൊന്നും വാങ്ങാറില്ല. ലിപ്സ്റ്റിക്ക്, ഫൗണ്ടേഷൻ അതൊക്കെ ആയാലും പിന്നെ ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്യുന്നതായിട്ടും ഉണ്ട്. എൻ്റെ കസിന് ഷുഗറിൻ്റെ കമ്പനി, അവിടുന്ന് ചേച്ചിക്ക് ടെസ്റ്ററൊക്കെ കിട്ടുമ്പോൾ ചേച്ചി ഞങ്ങൾക്ക് തരും. അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. എന്നാൽ ഞാനേ പോവാൻ നോക്കട്ടെ. ബൈ. ഹലോ, നമ്മളിപ്പോൾ ഒളോപ്പാറ എത്തിക്കുകയാണ്. അപ്പോൾ പൊതുവേ നല്ല മഴയാണ് ഉണ്ടാവാറ്. ഇന്ന് എന്താണെന്നറിയില്ല, വെയിലുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, പക്ഷേ എന്താ പറയുക, ഒരു നല്ലൊരു വൈബാണ്. എങ്ങനെയൊക്കെ പറഞ്ഞാലും വെയിലായാലും മഴയായാലും ഇവിടെ നല്ല രസമാണ്. നമ്മൾ ഇവിടെ വരുമ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് എപ്പോഴും വരുമ്പോൾ ഒക്കെ ഇങ്ങനെ എന്താ പറയുക, ബോട്ട് സർവീസൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എല്ലാവരും ബോട്ടിലൊക്കെ പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ ബോട്ട് ഇല്ല, ഇവിടെ ആളുകളെ ആരെയും കാണുന്നില്ല. എപ്പോഴും വരാറ് നല്ല സന്ധ്യ സമയത്താകുമ്പോൾ. അപ്പോൾ ആകുമ്പോൾ സ്കൈയും നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കുറച്ചായിട്ട് നല്ല മഴയാണല്ലോ. അപ്പോൾ മഴയാകുമ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ഇതുണ്ടാവും. പിന്നെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാറുണ്ട്. നമുക്ക് എപ്പോഴും നമ്മളെ വീടിൻ്റെ അടുത്ത് ഒരു സ്ഥലമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ അങ്ങനെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നാൽ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൂട്ടി കൊണ്ടുവരും. ബോട്ടിലൊക്കെ പോവും, അടിപൊളിയാക്കും. പിന്നെ കുറേ വിഷ്വൽസ് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ കാണാം. കണ്ടിട്ട് വായോ.
ഓർമ്മ ശരിയാണെങ്കിലേ ചെറുപ്പത്തിൽ എനിക്കറിയില്ല, ഞാൻ 4-ലോ 3-ലോ ഒറ്റ പഠിക്കുവാണ്. അപ്പോഴാണ് പെരുമഴക്കാലം സിനിമ ഇറങ്ങിയത്. ആ സിനിമേൻ്റെ ഷൂട്ടിങ് നടന്നത് ഇവിടെ നിന്നാണ്. നിങ്ങൾക്ക് ആ ഫിലിമിൽ കുറച്ച് വിഷ്വൽസ് കണ്ടാൽ മനസ്സിലാവും. പുഴ, ഇവിടെ ഒരു ഫുട്പാത്തും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഞങ്ങൾ ഷൂട്ടിങ് കാണാൻ വന്നിരുന്നത്. അന്ന് എന്താ പറയുക, കുറച്ച് ആക്ടേഴ്സിനൊക്കെ അന്ന് കണ്ടിട്ട്, പക്ഷേ വലിയ ഓർമ്മയില്ല. പക്ഷേ ഷൂട്ടിങ്ങിന് അന്ന് പോയത് ഓർമ്മയുണ്ട്. അന്ന് ആണ് ഈ ഒളാപ്പാറ ഇങ്ങനൊരു നല്ലൊരു സ്ഥലം അങ്ങനെയൊക്കെ മനസ്സിലായി. പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് ഇവിടെ അന്നും നല്ലതാണ്. ഇപ്പോൾ കുറേ എന്താ പറയുക, റിനോവേറ്റ് ചെയ്ത് ഓരോ സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് ഇപ്പോഴാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു പഴയൊരു ഓർമ്മ എന്ന് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിലേ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ, അതായത് നമ്മൾ കോഴിക്കോട് സിറ്റിയിൽ നിന്നൊരു 13-14 കിലോമീറ്റർ എൻ്റെ നാട്ടിലേക്ക്, അവിടുന്ന് ഇവിടേക്കൊരു 3-4 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരുപാട് പുറത്തുനിന്ന് ആൾക്കാർ വരിക, ഇവിടുത്തെ കാര്യങ്ങൾ എൻജോയ് ചെയ്യുക, ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയൊക്കെ ആക്കിയെടുത്തതിൽ ഒരുപാട് പങ്ക് ഇവിടുത്തെ നാട്ടുകാർക്ക് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിലുമായിട്ട് ഒരുപാട് ബെനിഫിറ്റും കിട്ടിയിട്ടുണ്ട്. ഇവിടെ ബോട്ട് സർവീസിൽ ജോലി, കടകൾ, ചായക്കടകൾ, അങ്ങനെ ഒരുപാട് ഇവിടുത്തെ ആളുകളൊക്കെ അതുമായിട്ട് യൂസ്ഡായിട്ട് അവരെ ലൈഫ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് എപ്പോഴും തോന്നി. ഈ ആഗ്രഹിച്ച് മഴ വരുത്താന്നൊക്കെ പറയില്ലേ, അങ്ങനെയാട്ടോ. മഴ പെയ്തു, ഒരു സുഖം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, കോട്ട് വിട്ട് മഴയത്ത് ഇങ്ങനെ കുറച്ചിങ്ങനെ നടന്നു. അത്രയ്ക്ക് ഈ പുഴയിൽ ഈ മുരു പെറുക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇറങ്ങാറുണ്ട്. അങ്ങനെ കുറച്ച് ചേട്ടന്മാരെ അവിടെ കണ്ടിരുന്നു. ഗൈസ്, അപ്പോൾ ഇന്നിത്രയൊക്കെ ഉള്ളൂ. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ സ്ഥലം കാണിക്കാമെന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരും. അപ്പോൾ